മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ഇന്ന് അവലോകന യോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷം സർവകക്ഷി യോഗമുണ്ട്. ഹെലികോപ്റ്റർ മാർഗം വയനാട്ടിലേക്ക് തിരിക്കുകയാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തോടൊപ്പം ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവും ഉണ്ട്. ഇപ്പോൾ അദ്ദേഹം വയനാട്ടിലേക്ക് തിരിക്കുന്നു. അദ്ദേഹം സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം DGP എന്നിവർ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി വയനാട്ടിലേക്ക് എത്തും. 10 മണിക്കാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടക്കുക. 11:15 സർവകക്ഷി യോഗം ഉണ്ടാവുക. വയനാട്ടിലെ രക്ഷാദൗത്യം ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എന്തൊക്കെ കൂടുതൽ സംവിധാനങ്ങളാണ് അവിടെ ഒരുക്കേണ്ടത്, ഇപ്പോൾ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, കാണാതായവരുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ ഇപ്പോഴും അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്, എന്തൊക്കെ തരത്തിലുള്ള സഹായമാണ് സർക്കാരിന് ഈ ഘട്ടത്തിൽ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് നൽകാൻ കഴിയുക എന്ന് തുടങ്ങിയിട്ടുള്ള വളരെ നിർണായകമായ തീരുമാനങ്ങൾ കൂടി ഇന്നത്തെ അവലോകന യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അതിനുശേഷം കൂട്ടായ പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി രാഷ്ട്രീയ ഭേദമന്യേ എന്നതിനെക്കുറിച്ചുള്ള ആലോചനകളായിരിക്കും സർവകക്ഷി യോഗത്തിൽ ഉണ്ടാവുക. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു വിമർശനം കൂടി ഉയർന്ന സാഹചര്യത്തിൽ ഇന്നത്തെ സർവകക്ഷി യോഗത്തിന് പ്രത്യേകമായ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രി വയനാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നു. അദ്ദേഹം സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ചീഫ് സെക്രട്ടറി അദ്ദേഹത്തോടൊപ്പമുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം വയനാട്ടിൽ വന്നിറങ്ങും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർ വയനാട്ടിലേക്ക് എത്തും. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയായിരിക്കും പ്രിയങ്കയും രാഹുലും ഒക്കെ വയനാട്ടിൽ എത്തിച്ചേരുക. കണ്ണൂരിൽ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം റോഡ് മാർഗമായിരിക്കും അവർ മേപ്പാടിയിൽ എത്തുക. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തുകയും അവിടെ ദുരിതം അനുഭവിക്കുന്നവരെ, ചികിത്സയിൽ കഴിയുന്നവരെ കണ്ട് ആശ്വസിപ്പിക്കുകയുമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി അദ്ദേഹത്തിന്റെ ആദ്യത്തെ പരിപാടി. അതിനുശേഷമായിരിക്കും ബാക്കി തുടർ നടപടികളിലേക്ക് കടക്കുക. ഏതായാലും മനുഷ്യസാധ്യമായ രീതിയിലുള്ള എല്ലാ തിരച്ചിലുകളും ഇപ്പോൾ നടക്കുന്നു. പ്രത്യേകിച്ച് മുണ്ടക്കൈ മേഖല കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ 3ാം ദിനത്തിലെ രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. യന്ത്രസാമഗ്രികളുടെ സഹായത്തോടു കൂടിയായിരിക്കും ഈ രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോവുക. ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെ പുറത്തെത്തിക്കുക എന്നതാണ് രക്ഷാദൗത്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം.